നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് സമൃദ്ധിയുടെ ഒരു തിരുവോണം കൂടി ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മലയാളികൾ. ലോകത്തിന് പകർന്നു നൽകിയ സമത്വത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉറപ്പിക്കുന്നതായി ഇക്കൊല്ലത്തെയും ആഘോഷങ്ങൾ. വീടുകളിലും തൊഴിലിടങ്ങളിലും മലയാളികൾ ഓണം ആഘോഷമാക്കി. പൂക്കാലം ചേലണിയും ആവണി വരവായി, മഴവില്ലോണക്കോടികളിൽ ചാരുത നിറവായി, നറുചിരിയുടെ നേരോടെ കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെയെല്ലാം സമന്മാരായി കണ്ട മഹാബലിയുടെ സദ്ഭരണകാലത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് മലയാളികൾ. ഐതിഹ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഓണം മലയാളിക്ക് ജാതിമത ഭേദമന്യേയുള്ള ഉത്സവമാണ്. ആടിയും പാടിയും സദ്യയുണ്ടും നാടാകെ ആഘോഷം. തിരുവോണ ദിനത്തിന് ആവേശമായി ഓണക്കളികളും ഓണത്തെല്ലും. ഗുരുവായൂർ, ശബരിമല, തൃക്കാക്കര, ആറന്മുള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും ഓണസദ്യക്കുമായി ആയിരങ്ങളാണ് എത്തിയത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല സമർപ്പണം നടന്നു. മറുനാടുകളിൽ മലയാളി ഉള്ളിടത്തെല്ലാം ഓണം കെങ്കേമമായി. ന്യൂസ് ഡെസ്ക് 24. മറുനാട്ടിലും മലയാളികൾക്ക് ഓണം കെങ്കേമമായി. ഡൽഹി, മുംബൈ, ചെന്നൈ, സൂറത്ത് തുടങ്ങിയ നഗരങ്ങളിൽ മലയാളി കൂട്ടായ്മകൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് ദൂരെയാണെങ്കിലും നാടിന്റെ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിച്ച് പരസ്പരം സ്നേഹം പങ്കിട്ട് തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. ഡൽഹിയിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഡൽഹിയിലും ഓണം, പല അസോസിയേഷനുകൾ, റെസിഡൻസ് വെൽഫെയർ, എല്ലാ കോളനികളും ഓണമുണ്ട്. ഓണം മുതൽ നമ്മൾ ക്രിസ്മസ്, ന്യൂ ഇയർ വരെ ഈ ഓണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമായിരുന്നു തിരുവോണാഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം. കേരളീയ വേഷമണിഞ്ഞ് മലയാളികളെത്തിയപ്പോൾ മയൂർ വിഹാർ ചെറുകേരളമായി മാറി. ചെന്നൈ മലയാളികളും തിരുവോണം ഗംഭീരമായി ആഘോഷിച്ചു. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. ചെന്നൈയിലും മുംബൈയിലും സൂറത്തിലുമെല്ലാം മലയാളികൾ ഓണം ആഘോഷിച്ചു. സൂറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ മെഗാ പൂക്കളം തീർത്തു. ഇന്ത്യയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭീമൻ പൂക്കളങ്ങൾ ഒരുങ്ങി. പ്രസിദ്ധമായ CSMT റെയിൽവേ സ്റ്റേഷനിൽ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ വമ്പൻ പൂക്കളം തീർത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. അടുത്തതായി ഒരു ഓണപ്പാട്ടാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അനന്തരവന മുൻ സ്പീക്കറുമായിരുന്ന D. ദാമോദരൻ പോറ്റിയുടെ മകൻ ജീവൻ കോട്ടവട്ടമാണ് ഗാനരചയിതാവ്. JK വർമ്മയാണ് സംഗീതം. തിരുവനന്തപുരം യോഗക്ഷേമ സഭ അംഗങ്ങളാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5-ൽ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് 1ാം സ്ഥാനം. ആലപ്പുഴ സ്വദേശി നീഹാരയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. തൃശൂർ സ്വദേശി സെബാമൂൺ ആണ് സെക്കൻഡ് റണ്ണറപ്പ്.
കോഴിക്കോട് സ്വദേശി ആർജിത 4ാം സ്ഥാനവും കൊല്ലം സ്വദേശി ദേവതീർത്ത് 5ാം സ്ഥാനവും നേടി. നടൻ ദിലീപ് സമ്മാനദാനം നിർവഹിച്ചു. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ പങ്കെടുത്തു. വിജയിക്ക് 10 പവൻ സ്വർണ്ണമാണ് സമ്മാനം. ഫസ്റ്റ് റണ്ണറപ്പിന് 5 പവനും സെക്കൻഡ് റണ്ണറപ്പിന് 3 പവൻ സ്വർണവും 4-5 സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപ വീതവുമാണ് സമ്മാനമായി ലഭിക്കുന്നത്. Shivashankar Krishna from Mumbai. നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ട്രോഫി, സീസൺ 5ന്റെ ട്രോഫി ഇതിലിവിടെ ഐശ്വര്യമായിരുന്നു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് വിറ്റത് 826 കോടി 38 ലക്ഷം രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധന ഇത്തവണ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ജില്ലയിലാണ്. കഴിഞ്ഞ വർഷം ഓണം സീസണിൽ 776 കോടി 82 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി കൂടുതൽ. ഉത്രാട ദിനത്തിൽ മാത്രം 137 കോടി 64 ലക്ഷം രൂപയുടെ മദ്യം വിറ്റു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ജില്ലയിലാണ്. ബെവ്കോയുടെ 284 ഔട്ട്ലെറ്റുകളിൽ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത്. 1 കോടി 46 ലക്ഷം രൂപയുടെ മദ്യമാണ് കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രം വിറ്റത്. 6 ഔട്ട്ലെറ്റുകളിൽ 1 കോടി രൂപയ്ക്ക് മുകളിൽ മദ്യം വിറ്റു. കൊല്ലം കാവനാട് 1 കോടി 24 ലക്ഷം, മലപ്പുറം എടപ്പാളിൽ 1 കോടി 11 ലക്ഷം, ചാലക്കുടിയിൽ 1 കോടി 7 ലക്ഷം, ഇരിങ്ങാലക്കുടയിൽ 1 കോടി 3 ലക്ഷം രൂപയുടെ മദ്യമാണ് 10 ദിവസം കൊണ്ട് മാത്രം വിറ്റഴിച്ചത്. സൂപ്പർ പ്രീമിയം ഷോപ്പുകളിലും റെക്കോർഡ് വിൽപ്പന നടന്നു. ബെവ്കോയിലെ 4000-ഓളം വരുന്ന ജീവനക്കാർക്ക് ഇത്തവണ റെക്കോർഡ് ബോണസ് ആയിരുന്നു. സ്ഥിരം ജീവനക്കാർക്ക് 1,02,500 രൂപയാണ് ബോണസ്. കഴിഞ്ഞ വർഷം 95,000 രൂപയായിരുന്നു ബോണസ്. സുരക്ഷാ ജീവനക്കാർക്ക് 12,500 രൂപ ബോണസായി ലഭിക്കും. കടകളിലെയും ഹെഡ്ക്വാർട്ടേഴ്സിലെയും ക്ലീനിംഗ് സ്റ്റാഫിനും എംപ്ലോയ്മെന്റ് സ്റ്റാഫിനും 6,000 രൂപയാണ് ബോണസ്. 24 തിരുവനന്തപുരം. തൃശൂർ തിരുവില്ലാമല കുത്താംപുള്ളിയിൽ കാർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. കുത്താംപുള്ളി ലക്ഷം വീട് സ്വദേശി വിനോദിന്റെ ഭാര്യ വൃന്ദയാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന ഭർത്താവ് വിനോദിന്റെ പിതാവ്, മാതാവ് എന്നിവർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ കുത്താംപുള്ളി ലക്ഷം വീട് പരിസരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. വീട്ടിലേക്ക് വരുന്ന വഴി വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായി. ബസ് സ്റ്റോപ്പിന് സമീപത്തെ മരത്തിൽ ഇടിച്ചു കയറിയായിരുന്നു അപകടം. കൊല്ലം കുളത്തൂപ്പുഴയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞ വീട്ടമ്മ മരിച്ചു. തെന്മല നെടുമ്പാറ സ്വദേശി ഓമനയാണ് മരിച്ചത്. കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ അഞ്ചലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ബന്ധുവിനെയും കൂട്ടി വരുമ്പോഴാണ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഇന്ത്യയെയും റഷ്യയെയും വിമർശിച്ചും പരിഹസിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുണ്ട ചൈനയിൽ എത്തിയ ഇരു രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് നഷ്ടമായെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പ്രതികരണം. പ്രസ്താവനയിൽ പ്രതികരിക്കുന്നില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ചൈനയിലെ ടിയാൻജിനിൽ ചേർന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. മോദി, ഷീ ജിൻപിങ്, വ്ളാദിമിർ പുടിൻ എന്നിവരുടെ ചിത്രം പങ്കുവച്ചാണ് വിമർശനവും പരിഹാസവും. ഇരുണ്ട ചൈനയിലെത്തിയ ഇന്ത്യയെയും റഷ്യയെയും അമേരിക്കയ്ക്ക് നഷ്ടമായി. 3 രാജ്യങ്ങൾക്കും നല്ല ഭാവി ആശംസിക്കുന്നുവെന്നും പ്രതികരണം. അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ ഇന്ത്യയെ കാണുന്നെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ പ്രസ്താവനയിൽ ഇപ്പോൾ മറുപടിയില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. Regarding the post, I have no comments to offer on this post at this point. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ഇരട്ടത്തീരുവ ചുമത്തിയിരുന്നു. ഇന്ത്യ അമേരിക്കൻ വ്യാപാര ചർച്ചകളും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി ട്രംപ് നടത്തിയ ചർച്ചകൾ ഫലം കാണാത്തതും ട്രംപിനെ പ്രകോപിതനാക്കി. ഇതിനിടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ യുദ്ധവകുപ്പെന്ന് പുനർനാമകരണം ചെയ്യാൻ ട്രംപ് തീരുമാനിച്ചു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിനെ യുദ്ധ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കാനാണ് നിർദ്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബിഡിയുടെ GST കുറച്ചതിന് എതിരായ പരിഹാസ പോസ്റ്റിൽ വെട്ടിലായി കോൺഗ്രസ് കേരള ഘടകം. ബിഡിയും ബിഹാറും ആരംഭിക്കുന്നത് B എന്ന അക്ഷരത്തിലാണെന്നും അതിനാൽ BD ഇനി മുതൽ പാപമല്ല എന്നുമായിരുന്നു സമൂഹ മാധ്യമ പോസ്റ്റ്. ബിഹാറിനെ അധിക്ഷേപിച്ചതിലൂടെ കോൺഗ്രസിന്റെ തനിനിറം പുറത്തായെന്ന് BJPയും JDUവും വിമർശിച്ചു. പോസ്റ്റ് ശരിയായില്ല എന്ന് RJD നേതാവ് തേജസ്വി യാദവും പ്രതികരിച്ചു. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. പുകയിലയ്ക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും 40% GST ചുമത്തിയപ്പോൾ ബീഡിക്ക് 18% കുറച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് കോൺഗ്രസ് വ്യാഖ്യാനം.
ഇതിനെതിരെയാണ് കേരള ഘടകത്തിന്റെ എക്സ്പോസ്റ്റ്. എന്നാൽ പരിഹാസ പോസ്റ്റ് കോൺഗ്രസിന് തന്നെ വിനയായി. ബീഹാറിനെയും ബീഹാറികളെയും അധിക്ഷേപിക്കുന്നതാണ് പോസ്റ്റെന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി പറഞ്ഞു. ആദ്യം പ്രധാനമന്ത്രിയുടെ അമ്മയെ ആക്ഷേപിച്ചു. ഇപ്പോൾ ബീഹാർ സംസ്ഥാനത്തെ തന്നെ അപമാനിച്ചെന്നും സാമ്രാജ് ചൗധരി പറഞ്ഞു. ശക്തമായ നടപടി വേണമെന്നും ജനം കോൺഗ്രസിനെ ശിക്ഷിക്കുമെന്നും മന്ത്രി വിജയ് കുമാർ സിൻഹയും പ്രതികരിച്ചു. കോൺഗ്രസിന്റെ തനി സ്വഭാവമാണ് പുറത്തു വന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. हम सब जानते हैं कि 10 साल कांग्रेस के शासन में भ्रष्टाचार करने के अलावा प्रभावशाली कदम या ट्रांसफॉर्मेशनल रिफॉर्म के कोई कदम उठाए नहीं गए. वादे बहुत मिलते थे, एक्शन मिसिंग था. വിവാദമായതോടെ എക്സ്പോസ്റ്റ് കോൺഗ്രസ് പിൻവലിച്ചു. എന്നാൽ നേതാക്കളാരും പോസ്റ്റിനെ കുറിച്ച് പ്രതികരിച്ചില്ല. 24 ഡൽഹി. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് അന്ത്യശാസനം നൽകി പാർട്ടിയിലെ മുതിർന്ന നേതാവ് KS സെങ്കോട്ടയ്യൻ. പാർട്ടി വിട്ടുപോയ O പനീർസെൽവം, ശശികല, TTV ദിനകരൻ എന്നിവരെ 10 ദിവസത്തിനകം തിരിച്ചെത്തിക്കണം എന്നാണ് ആവശ്യം. പാർട്ടി ഐക്യത്തിനായി മുതിർന്ന നേതാക്കൾ മുൻകൈയെടുത്തിട്ടും EPS വഴങ്ങിയില്ലെന്നും സെങ്കോട്ടയ്യൻ കുറ്റപ്പെടുത്തി. നേതാക്കളെ ഒരുമിപ്പിക്കും വരെ EPSുമായി സഹകരിക്കില്ല എന്നും സെങ്കോട്ടയ്യൻ പറഞ്ഞു. എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്ന് BJPയും AIADMKയോട് ആവശ്യപ്പെട്ടു. ജോലിക്കിടെ IPS ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിവാദത്തിൽ സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയ മലയാളി ഉദ്യോഗസ്ഥയായ VS അഞ്ജന കൃഷ്ണയെയാണ് അജിത് പവാർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ഭീഷണിപ്പെടുത്തിയതല്ല എന്നാണ് അജിത് പവാറിന്റെ വിശദീകരണം. സോളാപൂരിലെ അനധികൃത ഖനനം തടയാനെത്തിയതാണ് മലയാളി IPS ഉദ്യോഗസ്ഥയായ VS അഞ്ജന കൃഷ്ണ. ഒരു പ്രാദേശിക NCP പ്രവർത്തകന്റെ ഫോണിലാണ് അജിത് പവാർ സംസാരിച്ചത്. ഉപമുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്നും നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് അജിത് പവാർ ആദ്യം ഫോണിലൂടെ പറഞ്ഞത്. എന്നാൽ IPS ഉദ്യോഗസ്ഥയ്ക്ക് അജിത് പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്റെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിക്കാനും അജിത് പവാറിനോട് ആവശ്യപ്പെട്ടു. ഇതോടെ ഉപമുഖ്യമന്ത്രി കുപിതനായി. सर मुझे पता नहीं है ना सर, मैं सिर्फ यही बोल रही सर, समझ रही है वो आप बोल रही है जो ठीक है सर. വീഡിയോ പുറത്തു വന്നതോടെ അജിത് പവാറിന്റെ രാജി ആവശ്യപ്പെട്ട് ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്തെത്തി. അജിത് പവാറിന് ഉപമുഖ്യമന്ത്രിയായി തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും മഹാരാഷ്ട്രയെ കള്ളന്മാരുടെ സംസ്ഥാനമാക്കി അജിത് പവാർ മാറ്റിയെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയതല്ലെന്നും സ്ഥിതി വഷളാകാതിരിക്കാൻ ഇടപെട്ടതെന്നുമാണ് അജിത് പവാറിന്റെ വിശദീകരണം. 24 ഡൽഹി. ഈ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.